ഒരാഴ്ച മുമ്പ് വരെ നമ്മളുടെ മുമ്പിൽ അവർ വന്നതാണ് സഹായമൊക്കെ ആയിട്ട്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയാണ് സാറാണ് എന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത്. നമ്മൾ തന്നെ കോതമംഗലം പോലീസ് തന്നെ നമ്മൾ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഡെയിലി റെന്റിനൊക്കെ കിട്ടുന്ന ഒരു റൂമൊക്കെ കൊടുക്കുന്ന കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇവരെ താമസിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു വീടൊക്കെ നമ്മൾ റെഡിയാക്കി തരാം, അതുവരെ നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. അവർക്ക് ആ സഹോദരിക്കും ആ ചേട്ടൻ 2 മക്കളുണ്ടായിരുന്നു. മൂത്ത കുട്ടി പെൺകുട്ടിയും ഇളയൊരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നമ്മളന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതുവരെ നിങ്ങൾ അവിടെ താമസിച്ചോ, വീട് നമ്മൾ റെഡിയാക്കി തരാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രോക്കർമാരുടെ ഒക്കെ തിരക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ നെല്ലിക്കുഴി ഭാഗത്തുള്ള ഒരു വീട് നമ്മൾ റെഡിയാക്കി കൊടുത്തു. അപ്പൊ ആ വീട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ അവർക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വീടാണ്. അപ്പം ആ വീട്ടുടമസ്ഥനായിട്ടായിട്ട് നമ്മൾ സംസാരിച്ച് വീടെല്ലാം റെഡിയായി. അപ്പൊ പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് താമസിക്കാൻ വന്നോളാം നമ്മളോട് അറിയിച്ചു. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ അവിടെ താമസിക്കുന്ന നമ്മൾ ഏർപ്പാടാക്കിയ സ്ഥലത്ത് ചെന്നപ്പം അവിടുത്തെ ആള് പറഞ്ഞു ഇവരിങ്ങനെ രാവിലെ പള്ളി പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, ഒരു കൂട്ടിയിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്നലെയാണ് ഇങ്ങനത്തെ ഒരു ദാരുണമായ ഒരു കാര്യം ഇന്നലെ നമ്മൾ അറിയുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നപ്പം പെട്ടെന്നൊരു സംശയം തോന്നി. വൈകിട്ടോടുകൂടി അതൊരു കൺഫേം ആയി, അത് നമ്മളെ സഹായിച്ച ആള് തന്നെയാണ്. നമുക്ക് വല്ലാത്തൊരു ഉണ്ടായി, നമ്മളെ അത്രയേറെ സഹായിച്ചു. വലിയ വിഷമമുണ്ട്. കാരണം തന്നെയാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതുപോലുള്ള ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു അണുപിട പോലും ഒരു ബുദ്ധിമോശത്തിന്റെ ഭാഗമായിട്ട് ആരും അങ്ങനെ ചെയ്യരുതെന്നാണ് ഒരു ഏത് തരത്തിലാണെങ്കിലും കേരള പോലീസ് ഇങ്ങനെയുള്ള സഹായം കിട്ടേണ്ട ആളുകൾക്ക് ഏത് തരത്തിലുള്ള സഹായത്തിനും നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും തോന്നണം. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു ബുദ്ധിശൂന്യത ആരും കാണിക്കരുതെന്നാണ് ഈ വാർത്ത കേട്ടത്. വല്ലാത്തൊരു വിഷമാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടും ഞങ്ങളെ ഉണ്ടാക്കിയത് എന്റെ സ്റ്റേഷനിലെ PROയും എന്റെ കൂടെയുള്ള ഡ്രൈവറും ആയിരുന്നു അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ആ വീട് കണ്ടെത്താനും ആ വീടിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനൊക്കെ കൂടെ ഉണ്ടായിരുന്നത്. ഇതിലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങളെല്ലാം ആകെ വളരെ ഒരു ഡെസ്പ് മൊമെന്റിലായി. നാരായണന്റെ ചുമലിൽ 2 വയസ്സുള്ള ആൺകുഞ്ഞുണ്ട്, കൈപിടിച്ച് മൂത്ത മകളുണ്ട്, തോളിൽ കൈപിടിച്ച് ഭാര്യയുണ്ട്. ഇവരെ ഈ കടുങ്കൈക്ക് പ്രേരിപ്പിച്ചത് ജീവിത സാഹചര്യമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സത്യത്തിൽ ആ ദൃശ്യം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല, വലിയ സങ്കടം ഉണ്ടാക്കുന്നതാണ്. ഈ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ അച്ഛന് ജോലിയുണ്ട്, നാരായണന് ജോലിയുണ്ട്, കൂലിപ്പണിയാണ്, എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുന്ന ജോലിയാണ്. പല ക്ഷേത്രങ്ങളും പരിസരങ്ങളും ആരാധനാലയങ്ങളുടെയൊക്കെ പരിസരത്ത് പലരിൽ നിന്നൊക്കെ സഹായം വാങ്ങിച്ച് ജീവിച്ചിരുന്ന കുടുംബമാണ്. അമ്മയ്ക്ക് സൂചിപ്പിച്ചതുപോലെ കാഴ്ച പരിമിതിയുണ്ട്. എങ്കിലും പ്രയാസങ്ങളിൽ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. സമീപകാലത്ത് കുടുംബത്തിന് കാര്യമായ സാമ്പത്തിക പ്രശ്നം വന്നു. കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ സഹായം തേടിയെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ നല്ല ഡ്രസ്സുകളൊക്കെ ഇവർക്ക് മേടിച്ചു കൊടുത്തു, ഒരു വാടക വീട് തരപ്പെടുത്തി കൊടുത്തു. പക്ഷേ ആ വാടക വീട്ടിലേക്ക് മാറാനിരിക്കെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നാണ് ആ വാടക വീട്ടിലേക്ക് മാറാനിരുന്നത്.